നാടറിയാൻ നേരിട്ടറിയാൻ ഗ്രാമയാത്രയുമായി എളമരം BTMI യു പി സ്കൂൾ. എളമരം BTMI യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഗ്രാമയാത്ര നടത്തി. സീഡ്സ് ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, നല്ല പാഠം എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഗ്രാമയാത്ര നടത്തിയത്. നാടറിയാൻ നേരിട്ടറിയാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ഗ്രാമയാത്ര വാർഡ് മെമ്പർ ഷെരീഫ ചിങ്ങംകുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ പ്രമുഖ കർഷകൻ പുന്നാട്ടിൽ OC അലി കുട്ടികളുമായി കൃഷി അറിവുകൾ പങ്കുവച്ചു. ചാലിയാർ പുഴയോരം സന്ദർശിച്ച് പുഴയോര സംവാദം സംഘടിപ്പിച്ചു. നെൽവയലുകൾ, പഴയകാല വീടുകൾ, കുളങ്ങൾ, തോടുകൾ തുടങ്ങിയവയും സന്ദർശിച്ചു. ഹെഡ്മാസ്റ്റർ OM നൗഷാദ്, PTA പ്രസിഡന്റ് ശ്രീദാസ് വട്ടത്തൂർ, PTA വൈസ് പ്രസിഡന്റ് സിഹാവുൽ അക്ക്, അബ്ദുൽ ഖാദർ കുതിരാടം എന്നിവർ സംസാരിച്ചു. K അബ്ദുൽ മജീദ്, VP സജന എന്നിവർ നേതൃത്വം നൽകി. മനസ്സിന് ഭയങ്കര ആശ്വാസം അല്ലേ? വളർന്നു വരുന്ന സമയത്ത് ഒന്ന് നോക്കി കണ്ടൊക്കെ നോക്കുമ്പോൾ നല്ല സുഖമാണ്. കൃഷി എല്ലാ കൃഷിയും ലാഭം. അത് തോണ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ തോനെ ലാഭം ഉണ്ടാവും. അപ്പോൾ കക്കിരി ആയാലും അത് ശരിക്കുണ്ടായി അത് മാർക്കറ്റിൽ വില കിട്ടിയാൽ നല്ല ലാഭമുണ്ടാവും. നെല്ലും ലാഭമുള്ളതാണ്, വായുവൊക്കെ. എല്ലാ കൃഷിയും നമ്മൾ എത്രയാണോ തോണ ചെയ്യുന്നതനുസരിച്ച് ലാഭമുണ്ടാവും. ലാഭം എല്ലാത്തിലുണ്ട്, എല്ലാ കൃഷിയും. അതിൽ തന്നെ ശരിക്കൊരു നല്ല വരുമാനത്തോട് ജീവിക്കാൻ സുഖമായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ കൃഷി ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ലാഭകരം ഉണ്ടാവും. നമുക്ക് കുറച്ച് അധ്വാനിക്കാൻ കഴിയണമായിരുന്നു. മറ്റേ നമ്മൾ പണിക്കാർ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ജയിക്കില്ല. നമ്മളും കുറേ അതിന് മെനക്കെട്ടാൽ നമ്മളും കുറേ പണിക്കാർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ലാഭകരം തന്നെയാണ്. എത്ര പണിക്കാരുണ്ട്? കൃഷി ചെയ്യുമ്പോ പക്ഷികൾ വന്നിട്ട് കൊത്തി തിന്നില്ല ചോദിച്ചേ. അതുണ്ടാവും. അത് നമ്മൾ കുറെയൊക്കെ നോക്കാം. കുറച്ചൊക്കെ തിന്നും. അതായത് നമുക്കൊരു ധർമ്മമായിട്ട് വരും. അങ്ങനെയല്ലേ കൊടുക്കല്ലേ? എന്തായാലും കുറെയൊക്കെ നമ്മൾ ആട്ടുക, പിന്നെ നോക്കും. കുറെ എന്തായാലും തിന്നും. നമുക്ക് തരാൻ കഴിയില്ല. ഈ പക്ഷികളും പ്രാണികളൊക്കെ വരുന്നത് കൃഷിക്ക് എപ്പോഴെങ്കിലും നല്ലതായിട്ടുണ്ടോ? അതായത് ഏതേ സമയത്ത്? അതെ, നമ്മളിപ്പം പക്ഷികളൊന്നും മെച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഇതൊക്കെ ഈ കക്കിരി വെള്ളരിയൊക്കെ ബത്തക്കൊക്കെ ഈ തേനീച്ച വരണം. അത് പൂവിടാൻ പറ്റിയ തേനീച്ച ആവശ്യമാണ്. പരാഗണം വേറെയുള്ള പക്ഷികളൊന്നും പിന്നെ എപ്പോഴും ലാഭം. പിന്നെ സർക്കാരിന്റെ ഇതിൽ ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ കുറച്ചൊക്കെ കിട്ടും. ഇപ്പൊ കുറഞ്ഞതേ കിട്ടുള്ളൂ. പിന്നെ ഇതിനൊരു ഇൻഷൂർ ചെയ്യലുണ്ട്. കൃഷി ഉണ്ടാക്കിയിട്ട് ഇത്ര മാസം ഇപ്പോൾ വാഴ വെച്ചില്ലെങ്കിൽ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇൻഷൂർ ചെയ്യണം. ആ കാറ്റിനെ പൊട്ടിപ്പോയാൽ ഒരു വാഴയ്ക്ക് ഇൻഷൂർ ചെയ്ത വാഴയ്ക്ക് 300 രൂപ ഉണ്ടാവും. അല്ലാത്ത വാഴയ്ക്ക് 100 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് പിന്നെ ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ നെൽകൃഷി ആണെങ്കിൽ ഒരു സെന്റിന് ഇത്ര പൈസ എന്ന് വെച്ചിട്ട് സെന്റിന് 1 റുപ്യാണ് വരുന്നത്. അതിപ്പോൾ പച്ചക്കറി ആണെങ്കിലും 1 റുപ്യ, അങ്ങനെയുള്ള ഒരു സിസ്റ്റമുണ്ട്. അത് കൂടുതൽ ആൾക്കാർ ചെയ്യും. ഇപ്പം എത്രയോ പേര് ചെയ്യലോട്ട്. ഇപ്പം 2 തരം ഇൻഷൂർ, ഗവൺമെന്റിന്റെ ഉണ്ട്, കേരള ഗവൺമെന്റുണ്ട്, കേരള ഗവൺമെന്റിന്റെ ഉണ്ട്. 2 ഇൻഷൂറുണ്ട്. ഇപ്പൊ നമ്മൾ നടന്ന എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കാണ്. മറ്റേ നമ്മൾ കുടുങ്ങിയ സമയത്ത് പൈസ കിട്ടൂല. 1 കൊല്ലം 2 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്താലും ആ പൈസ കൃഷി തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷമായപ്പോഴാണ് കൃഷി തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷമായത്. സന്തോഷം തന്നെ എല്ലാ പ്രയാസം നടത്താം. നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ ദുഃഖം ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ വിളവെടുക്കുമ്പോ സന്തോഷം തന്നെ. നമ്മൾ ചോദിച്ചത് എന്താ വെച്ചാല് കൃഷിന്റെ ഇടയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴാണ്? ആ ഒരു സമയം ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചേ. അങ്ങനെയല്ലേ, നമുക്കിപ്പോ എല്ലാ സമയത്തും നമുക്കൊരു വിളവെടുക്കുക. അപ്പം ബത്തക്ക ഉണ്ടാക്കി ആ ബത്തക്ക പറിച്ച് ഇങ്ങനെ ആളൊക്കെ വന്ന് ആ സമയത്ത് അതെ. അതുപോലെ നെല്ല് വീഴുമ്പോഴും വാഴക്ക വെട്ടുമ്പോഴൊക്കെ വാഴക്കൊക്കെ നല്ലൊരു വരും കാര്യമൊക്കെ വാഴ കിട്ടണം വെച്ചാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ. നഷ്ടപ്പെടുമ്പോ ഒരു വിഷമം വരും. എന്തായാലും എന്ത് കൃഷിയാണ് നഷ്ടപ്പെട്ടാൽ. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മള് ചെറുപ്പത്തിലെ കൃഷിയാണ് നമ്മളെ രീതി. ഇന്ന് മണലിന്റെ പണിക്ക് പോയിരുന്നാലും ആ ടൈം കഴിഞ്ഞാൽ കൃഷിയിൽ കുറേശ്ശെ ഉണ്ടായി. അപ്പോൾ കൃഷി ആറ്റവും നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം കാര്യമൊന്നും വേണ്ടായിരുന്നു. ഇതിനെ പറ്റി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പോയി മണി കഴിഞ്ഞാൽ പിന്നെ കൃഷിയിൽ കുറേശ്ശെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മണൽ പണി ഒക്കെ നിന്നപ്പോൾ ഫുള്ള് കൃഷി ഉണ്ടാവും. അല്ലാത്ത തന്നെ നമ്മൾ മണൽ പണി കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരത്തെ ഇവിടെ വാഴ ഉണ്ടാക്കും. അതിൽ കൂടി അങ്ങനെ പോലെ. പിന്നെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ് കൃഷി. വേറെ പൊടി, ആദ്യകാട്ടം പൊടി, അങ്ങനത്തെ മിക്സ് സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്.